ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി ഊഞ്ഞേരി. ഇതെങ്ങനെ? ആരാ ഇതിന് പിന്നില്? സ്വയം ചോദിച്ചുകൊണ്ട് അയാൾ ചുറ്റും നോക്കി. വീണ്ടും അവന്റെ ചോരക്കണ്ണുകൾ ആ ഡയറി താളിലേക്ക് തന്നെ തിരിച്ചെത്തി. യു ഫൂൾ, നിന്റെ പദ്ധതികളൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല. ആദ്യം കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാൻ തയ്യാറാക്കി വെച്ച പ്ലാനിന് മുകളിലായി 4-5 വെട്ടും അതിന് താഴെയായി ഇങ്ങനൊരു ഡയലോഗും. അപ്പം ഞാനില്ലാത്തതിന്റെ തീരുമാനങ്ങൾക്ക് അറിഞ്ഞു വെച്ച മറ്റൊരാളുണ്ട്. എന്റെ പദ്ധതികളൊക്കെയും പൊട്ടിച്ച് കയ്യിൽ തരാൻ കാത്തിരിക്കുന്ന ഒരു മോൻ എന്റെ തൊട്ട് പിന്നിലുണ്ടെന്നർത്ഥം. പക്ഷേ ആരൊക്കെ വന്നിട്ടും കാര്യമില്ലല്ലോ. ആദ്യം ഞാൻ മോഹിച്ചു പോയതാ. ഒരു മാഷിനെ ഇനി അവളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഞാൻ. ആളെക്കുറിച്ച് ഓർത്തപ്പോഴേ സിരകളിൽ ലഹരി കയറുന്നൊരു സുഖം തോന്നി അവന്. കണ്ണുകൾ ഇറുക്കിയടച്ച് അവൻ ചെയറിലേക്ക് ചാഞ്ഞു. കടപ്പല്ലുകൾ ഞെരിച്ചമർത്തി ആളുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്നു. കണ്ണ് തുറക്കാതെ തന്നെ മുന്നിലെ ടേബിൾ കൈവച്ചെന്ന് പരതി പേന കയ്യിൽ തടഞ്ഞു അതിന്റെ ടോപ്പ് ഊരിയിട്ടു. ശേഷം കണ്ണുകൾ വലിച്ചു തുറന്നു. ഫുൾ സ്ലീവ് വലിച്ച് മുകളിലേക്ക് കയറ്റി പേനയുടെ നിപ്പ് ഉപയോഗിച്ച് കൈത്തണ്ടയിൽ ആഴത്തിൽ ആദ്യം കുറിക്കാൻ തുടങ്ങി. ഓരോ അക്ഷരങ്ങൾ എഴുതുമ്പോഴും കൈമുറിഞ്ഞ് ചോരക്ക് ഇനിയുന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ പേര് വരെ ലഹരിയായതുകൊണ്ട് ആ നോവിൽ അവനൊരു സുഖം കണ്ടെത്തി. ഫെബിക്ക് മെസ്സേജ് അയക്കുന്നതിനിടയിൽ എപ്പോഴോ അവളുടെ മിഴികൾ ഒരു തവണ ജനലിനടുത്തേക്ക് ചലിച്ചു. ആൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു പുരുഷരൂപം അവളെ തന്നെ രൂക്ഷമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവളെ അയാളെ കണ്ടെന്നറിഞ്ഞിട്ടും ഒരു കുലുക്കവുമില്ലാതെ പാറകണക്കിന് ഉറച്ചു നിൽക്കുന്നു. ആ മുഖത്ത് ആകെ കൂടി കാണുന്ന ചുവന്ന മിഴികൾ മാത്രം. മറ്റു ഭാഗങ്ങളെല്ലാം തുണിയാൽ വരിഞ്ഞീട്ടി മറച്ചിരിക്കുന്നു. അവളുടെ തൊട്ടുപിറകിൽ ആശയുണ്ട്. എന്നിട്ടൊന്ന് അനങ്ങാനോ തിരിഞ്ഞവനെ നോക്കാനോ എന്തിന് ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക്. നാവ് തൊണ്ടക്കുഴിയിലേക്ക് ഇറങ്ങിപ്പോവുക എന്ന് പറയാറേ ഉള്ളൂ. അത് തന്നെ അവസ്ഥ. ആ രൂപം ഇപ്പോഴും അനങ്ങാതെ തന്നെ നോക്കിക്കുന്ന കണ്ടതും എവിടെന്നോ കിട്ടിയ ശക്തിയിൽ അവൾ ആർത്ത് വിളിച്ചു. ആ കാറിൽ ഞെട്ടി ഉറച്ചുകൊണ്ട് ആഷി ഫോണിൽ നിന്ന് തലയുയർത്തി നോക്കി. ഒരനക്കം പോലില്ലാത്ത തന്റെ മുമ്പിലിരിക്കുന്നവളെ കണ്ട് അവൻ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ആദി, ആദി! ജനാല വഴി പുറത്തേക്ക് നോക്കി തറഞ്ഞിരിക്കുന്നവളെ അവൻ ശബ്ദമുയർത്തി വിളിച്ചു. ഒരനക്കം അവളുടെ ഭാഗത്തൊന്നും കാണാത്തതും അവൻ ഇരുകൈകൾ കൊണ്ട് അവളെ പിടിച്ചു കുലുക്കി. ആദി, ഡീ! ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നവൾ പുറത്തേക്ക് വിരൽ ചൂണ്ടി. എന്താടി, എന്തുപറ്റി? അവിടെ ഒരാള്. എവിടെ? ആര്? ജനലടുത്ത് ഒരാളുണ്ടായിരുന്നു. ആഷി വേഗം അവളുടെ പിടിവിട്ട് ജനറൽ ചെന്ന് പുറത്തേക്ക് ഏന്തി വലിഞ്ഞു നോക്കി. പക്ഷേ അങ്ങനെ ഒരാളെ അവൻ അവിടെയെങ്കിലും കണ്ടില്ല. പെട്ടെന്നാണ് ഷ്യാ മുറിയിലേക്ക് കടന്നു വന്നത്. തന്നോട് ചേർത്ത് നിർത്തി ആഷി അവളെ സമാധാനിപ്പിക്കുന്ന കാഴ്ച കണ്ട് കാര്യം മനസ്സിലാതെ അവൻ നെറ്റി വിളിച്ചു. ജനലിനടുത്ത് ആരെയോ കണ്ടു എന്ന് അവന്റെ നോട്ടം കണ്ട് ആഷി പറഞ്ഞു. ആദിയുടെ മുഖത്തൊന്നും ആള് നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് ഷ്യാബിനും മനസ്സിലായി. അവനും ജനലിലൂടെ പുറത്തേക്ക് നോക്കിയൊന്ന് വീക്ഷണം നടത്തി. ഏയ്, ആരുണ്ടാവനാ? അത് ഈ മുകളിലത്തെ നിലയിൽ. ഇങ്ങോട്ട് അത്ര പെട്ടെന്നൊന്നും കയറിപ്പറ്റാൻ സാധിക്കില്ല. മോൾക്ക് തോന്നിയതായിരിക്കും. അവൻ അവിടെ പുറത്തൂടെ തലകൂടി ഒന്ന് ആശ്വസിപ്പിച്ചു. പെട്ടെന്നാണ് താഴെ നിന്ന് ഒരു അലസി കേൾക്കുന്നത്. മറുത്തൊന്നും ചിന്തിക്കാതെ ഷിയാബു ആഷിക്കും താഴേക്ക് കുതിച്ചു. അതിനു പുറകിലായി ആദിയും. അടുക്കള ഭാഗത്ത് ഉമ്മ ഓരോന്ന് പറഞ്ഞ് ഷിഫയെ ആശ്വസിപ്പിക്കുന്ന കണ്ട് ആഷിയും ഷിയാബും പരസ്പരം നോക്കി. എന്തുപറ്റി? എന്തോ മാ ചോദിച്ചുകൊണ്ട് ഷിയാബ് ഷിഫക്കരിയിലേക്ക് ചെന്നു. കള്ളൻ, ഒരു കള്ളൻ! കണ്ണു മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ആറു എപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് ഷിയാബിനെ നോക്കി. എങ്കിലും അവന്റെ നോട്ടം പോയത് ആദിയിലേക്കാണ്. ഷോക്ക് മാറാതെ തറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴും. അവൻ എഴുന്നേറ്റ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുനിഞ്ഞു. എന്തോ ഓർമ്മയിൽ ആദ്യ കയറി അവൻ തടസ്സം നിന്നു. വേണ്ട ഷിയാബ്ക്ക, അയാൾ പോട്ടെ. ആരാണെന്ന് അറിയില്ല, തനിച്ചുള്ളൊന്നും അറിയില്ല. ചിലപ്പോൾ കയ്യിൽ ആയുധമൊക്കെ ഉണ്ടെങ്കിലോ? ഉപദ്രവിക്ക് ഒരു മടി ഉണ്ടാവില്ല. ഇക്ക പുറത്തേക്ക് ഇറങ്ങിയല്ലേ, പ്ലീസ്. അവൾ ഷിയാബിനിറങ്ങെ കെട്ടിപ്പിടിച്ചു. ഷിഫയും ഉമ്മയും ആദ്യം പറയുന്നതിനെ ശരിവെച്ചു. അവനെ വിളിച്ച് അകത്തേക്ക് തന്നെ നടന്നു. ആദിക്ക് ഇപ്പോഴും വിറയിൽ മാറിയിട്ടില്ലായിരുന്നു. അവളുടെ ഉള്ളു മുഴുവൻ തന്നെ നോക്കി ദയിപ്പിച്ച ആ ചോരക്കണ്ണുകൾ മാത്രമായിരുന്നു. അവളെ ശരിക്കും നോക്കണമെന്ന് ആഷിയെ ഏൽപ്പിച്ച് ആരും കാണാൻ ഷിയാബ് പതിയെ പുറത്തേക്ക് ഇറങ്ങി. വീടിന്റെ സൈഡിൽ ആവാനിയ മരത്തിലൂടെ ആയിരിക്കും അയാൾ മുകളിലേക്ക് എത്തിയതെന്ന് അവന് ഉറപ്പായിരുന്നു. മുറ്റത്തേക്ക് ഇറങ്ങി വെറുതെ അതിലൂടെ നിരീക്ഷിക്കുന്ന നേരത്താണ് മഴവെള്ളത്തിൽ ഓടിക്കളിക്കുന്ന ഒരു പേപ്പർ കാണുന്നത്. അവനത് കയ്യിലെടുത്ത് പതുക്കി അതിന്റെ ചുളുക്ക് നിവർത്തി. അതിൽ പിടിച്ചു കിടക്കുന്ന കറ കണ്ട് സംശയം തോന്നി. ഒന്നുകൂടി വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് നോക്കി. ആ കാഴ്ച കണ്ട് ഒരു നിമിഷം അവന്റെ ഉള്ളിലൊരു ഞെട്ടലുളവായി. അവളെന്തിയടാ? സ്റ്റെയറിംഗിൽ നിന്ന് ആഷിയെ കണ്ട് ഷിയാബ് ചോദിച്ചു. എഴുന്നേറ്റില്ല, ഒരു പോള കണ്ണടച്ചില്ല. ഇന്നലെ എന്നെ ഉറങ്ങാനയച്ചില്ല. സുബി കഴിഞ്ഞിട്ടൊന്ന് മയങ്ങിയത്. നേരിയ ചൂടുണ്ട്, അത്രയ്ക്ക് പേടിച്ചു പോയിട്ടുണ്ട് അവള്. പറഞ്ഞുകൊണ്ട് അവൻ ഷിയാബിന് ഓപ്പോസിറ്റായി സെറ്റിൽ വന്നിരുന്നു. അവൾ ഉറങ്ങട്ടെ, ക്ഷീണമൊക്കെ മാറുന്നവരെ. നിന്നോട് ഞാൻ വേറെ കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കായിരുന്നു. എന്ത്? ആദിക്ക് മുന്നേ വല്ല പ്രണയം ഉണ്ടായിരുന്നോ? പെട്ടെന്നുള്ള അവന്റെ ചോദ്യത്തിൽ ആശയൊന്ന് ഞെട്ടി. അത് പിന്നെ പറയടാ. മുന്നത്തെ കാര്യം ഞാൻ ചോദിച്ചു. ഇപ്പൊ പിന്നെ അവൾ ഫെബിയായിട്ട് സെറ്റായല്ലോ. ഷിയാബ് വീണ്ടും ചോദിച്ചു. ആഷി ഒരു നിമിഷം ആലോചിച്ചു. എന്താ ഷിയാബ് ഇപ്പൊ അങ്ങനെ തോന്നാൻ?
ഏയ്, നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സിനെ പോലെ നടക്കുന്നില്ലാതെ ഞാനൊരു കാര്യം അന്വേഷിക്കാറില്ലല്ലോ. ഇപ്പൊ എനിക്ക് അറിയണം തോന്നി. നീ പറ, അവൾക്ക് അങ്ങനെ വല്ല ഇഷ്ടമുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അവന്റെ മറുപടിയായിട്ട് ഷിയാബ് ആശ്ചര്യത്തോടെ കണ്ണുമിഴിച്ചു. ആരായിരുന്നു ആള്? എല്ലാ കാര്യങ്ങളും ഷിയാബിന്റെ മുമ്പിൽ വിശദീകരിക്കാൻ പറ്റില്ലല്ലോ. ആഷി ലഘുവായെന്ന് വിവരിച്ചു കൊടുത്തു. എല്ലാം കേട്ട് കണ്ണും തള്ളിയിരിപ്പാണ് ഷിയാബ്. കേട്ടിടത്തോളം അവനൊരു പാവ, അവനാവാൻ സാധ്യതയില്ല. എന്തൊക്കെ പറഞ്ഞിരുന്നു? ഏയ് അതൊന്നുമില്ല, ഞാനെന്തോർത്ത് പറഞ്ഞു പോയതാ. അതൊക്കെ പോട്ടെ, എന്താ നമ്മുടെ കഥ? അവൻ ചോദിച്ചു വരുന്നതിന്റെ പൊരുൾ ആഷിക്ക് പെട്ടെന്ന് കത്തി. എന്ത് കഥ? ഒരു കഥയില്ലാത്ത കഥയാ എന്റെ കഥ, ഗതന കഥ. അന്നും ഇന്നും ഞാൻ സിംഗിൾ പ്രസംഗ പറഞ്ഞുകൊണ്ട് അവൻ മൂക്കി വിഴിഞ്ഞു. വിശ്വസിച്ചു എന്ന മട്ടിൽ ഷിയാബ് അവനെ നോക്കി, ഒന്നാക്കിയ മട്ടിൽ തലയാനക്കി. ശേഷം ഫോണിൽ തോണ്ടിക്കൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഷിയാബ് നീന്റെ പേപ്പറിൽ കണ്ടു നട്ടിരിക്കുകയാണ് ഫെബി. ഒരാൾ ജനലരികിൽ വന്ന് ഇന്നപ്പോഴേക്കും പേടിച്ച് പനി പിടിച്ച് കോളേജ് ലീവാക്കിയെന്നും പറഞ്ഞ് ഇടയ്ക്ക് വിളിച്ച് ഒരുപാട് കളിയാക്കിയിരുന്ന അവളെ. അപ്പോഴൊന്നും പ്രശ്നത്തിന് ഇത്രയും ഗൗരവമുണ്ടെന്ന് വിചാരിച്ചിരുന്നില്ല. ഷിയാബ് വിളിച്ച് കാണണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴും ചുമ്മാ ഒരു കൂടിക്കാഴ്ച എന്നേ കരുതിയുള്ളൂ. ഇതിപ്പോ അങ്ങനെയല്ല. എടാ, ഷിയാബിന്റെ വിളിയായിട്ടാണ് അവൻ ചിന്തയിൽ നിന്നുണരുന്നു, മുഖമുയർത്തി നോക്കുന്നു. നിനക്ക് എന്തു തോന്നുന്നു? ഷിയാബിന്റെ ചോദ്യം. എന്തു തോന്നാ? അസ്ഥിക്ക് പിടിച്ച് ആരോണിന്നൊന്ന് മനസ്സിലായി. അല്ലാതെ ഇങ്ങനെ ശരീരം മുറിച്ച് ബ്ലഡ് കൊണ്ട് അവളുടെ പേരെഴുതോ? അങ്ങനെ ഒരാളാരാ? നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഏയ്, നോ ഐഡിയ. ആഷിയോട് ഞാൻ രാവിലെ സംസാരിച്ചിരുന്നു. ഇങ്ങനെ പേപ്പർ കിട്ടിയ കാര്യം രണ്ടുപേരും പറഞ്ഞിട്ടില്ല. അവനോട് പറഞ്ഞ ആദ്യം അറിയും, ഉറപ്പാ. അല്ലാതെ അവൻ്റെ മനസ്സ് നിൽക്കില്ല. അല്ലെങ്കിൽ അവൾ പേടിച്ചൊരു പരുവായി നിൽക്കുക. ഇനി ഇതും കൂടെ ആയാ വീടിന് വെളിയിലേക്ക് ഇറങ്ങലുണ്ടാവില്ല പെണ്ണ്. അവനെന്ത് പറഞ്ഞു? നിനക്കറിയോ, അവൾക്ക് മുമ്പ് ഒരു പ്രണയബന്ധമുണ്ടായിരുന്നു. അറിയാം, അവള് പറഞ്ഞിട്ടുണ്ട്. ഇനി അയാളെങ്ങാനും ആണോ? മാരീഡാണെന്ന് ആഷി പറഞ്ഞു. എന്നാലും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാല. കേട്ടിട്ടാണെങ്കിൽ കുറച്ച് ഡീപ്പായിരുന്നു ആ റിലേഷൻ. ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാ. പല സംശയങ്ങളുമായി ആ സംഭാഷണം നീണ്ടുപോയി. എന്നിട്ട് അവർക്കൊരു നിഗമനത്തിൽ എത്തിപ്പെടാൻ സാധിച്ചില്ല. വീട്ടിലെ അവസ്ഥയാണെങ്കിൽ അതിലും അപ്പുറം. ഒരു സെക്കൻഡ് പോലും ആഷിയുടെ വിരൽത്തുമ്പ് വിടാൻ സമ്മതിക്കാതെ ആദി. ഒരേ സമയം അവന് ചിരിയും സാധാപം തോന്നി അവളോട്. ഷിയാബ് പോയി കഴിഞ്ഞിട്ടും ഫെബിയുടെ മനസ്സിലാവാൻ പറഞ്ഞ വാക്കുകൾ സ്ട്രൈക്ക് ചെയ്ത് നിന്നു. ആദിയുടെ പ്രണയബന്ധം ഡീപ്പായിരുന്നു എന്ന്. ഇനി അയാളെങ്ങാനുമായിരിക്കും രാത്രി വീട്ടിൽ കയറി വന്നെന്ന് അവന്റെ സംശയത്തോട് ഫെബിക്കും കുറച്ചൊരു ചായ്വ് തോന്നാതിരുന്നില്ല. അന്ന് കോളേജിലേക്ക് വിളിച്ചു വരുത്തി ആദിയെക്കുറിച്ച് രണ്ടാമത് ഓർമ്മിപ്പിച്ചതും അവൻ തന്നെയാണ്. അത് മണ്ടത്തരമായി എന്ന് തോന്നി ഫെബിക്ക്. പക്ഷെ അവന്റെ മുഖത്തന്ന് വിരിഞ്ഞിരുന്ന ഭാവങ്ങൾ, അതിൽ സ്വല്പം വേദന നിറഞ്ഞു നിന്നിരുന്നു. ഓരോർമ്മയിൽ അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നജീബിന്റെ വീട്ടിലേക്ക് വിട്ടു. മുറ്റത്തേക്ക് കയറി വരുന്ന ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. ഫെബിയോ ചോദിച്ചുകൊണ്ട് നജീബ് അവന് നേരെ നടന്നു. എന്താ രണ്ടിനും പണി? എനിക്ക് വയ്യ ഫെബി, പ്രസവിക്കണമെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കാല് കിടക്കുക. അവൻ ചോദിച്ചു. പരാതിക്കെട്ടുകൾ ഓരോന്നായി അഴിച്ചു വിളിച്ച് കൊണ്ടുകൂർപ്പിച്ചു. അതിന് വയ്യളെ കണ്ണി ചോരയില്ലാത്തവനെ മതിയിട്ട് ഓടിച്ച്. അല്ലാതെ പ്രസവിക്കുകയാണെങ്കിൽ പ്രസവിക്കട്ടെ. എടാ, എനിക്ക് വേണ്ടിയിട്ടാണോ? അവിടെ നല്ലതിന് വേണ്ടിയാ. കഴിഞ്ഞ തവണ ചെക്കപ്പിന് പോയപ്പോഴും ഡോക്ടർ പറഞ്ഞു സീസേറി ഒഴിവാക്കണി നല്ലോണം തടിയാണെങ്കിൽ നടക്കണമെന്ന്. വയ്യെങ്കിൽ മതി, വാ അകത്ത് വരിക. നജീബ് നസ്രിയുടെ കവിളിലേക്ക് കൈ ചേർത്തേച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവൾക്ക് ഒരിത്തിരി ആശ്വാസം തോന്നി. പാവം, നന്നായി ക്ഷീണിച്ചിരുന്നു. ഇറങ്ങി വാട ഇങ്ങോട്ട്, നിന്നെ പ്രത്യേകം ക്ഷണിക്കണോ? തിരിഞ്ഞടക്കാനൊരുങ്ങവേ നജീബ് പറഞ്ഞു. അത് കേട്ട് വണ്ടി സ്റ്റാൻഡിലിട്ട് അവനവർക്ക് പുറകെ ചെന്നു. നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാനെടുക്കാം. ക്ഷീണത്തോടെ നടുവിന് കൈയും കൊടുത്ത് പറയുന്നവളെ നജീബ് പിടിച്ച് ഫെബിക്കരിയിൽ ഇരുത്തിച്ചു. കുടിക്കാനും കഴിക്കാനുള്ളതൊക്കെ ഞാൻ എടുത്തോളാം, നീ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കേ. അവൻ പറഞ്ഞ് നജീബ് അകത്തേക്ക് നടന്നു. അവന് നസ്രിയോട് നല്ല കരുതലും സ്നേഹമുണ്ട്. അന്ന് പെട്ടെന്ന് ആദ്യയെക്കുറിച്ച് കേട്ടപ്പോണ്ടായ ഞെട്ടിൽ നിന്നാണ് അവന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ പെരുമാറ്റം ഉണ്ടായത്. അല്ലാതെ അവനിപ്പോഴും അവളെ മനസ്സിൽ കൊണ്ട് നടക്കുന്നൊന്നുമില്ല. നസ്രിയോട് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവന്റെ മനസ്സിൽ ചിന്ത അത് തന്നെയായിരുന്നു. നജീബല്ലെന്ന് ഉറപ്പായി. പിന്നെ ആര്? ശത്രു തന്റെ കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും ഒരു നോട്ടത്തിൽ പോലും ഫെബിക്ക് അവന് സംശയം തോന്നിയില്ല. അസൈൻമെന്റ്, സെമിനാർ, പ്രൊജക്ട് വർക്കുകൾ, പ്രധാനപ്പെട്ട ചില പരീക്ഷകൾ, ഒന്നും പോരാത്തതിന് അതിന്റെ ഇടയിൽ കൂടി കല്യാണം കൊണ്ടുപോയി ഉറപ്പിച്ചു ഓർത്ത് ആദിക്കാകെ ഭ്രാന്തേറി നിൽക്കുന്ന നേരത്താണ് എടീ ഇത് നോക്കിയടി എന്ന് പറഞ്ഞ് ഫോൺ നീട്ടിപ്പിടിച്ചുകൊണ്ട് ആശി വരുന്നു. ആ മുഖത്തെ ഇളി കണ്ടാലറിയാം എന്തോ ഉടായ്പാണെന്ന്. ചിന്തിച്ചുകൊണ്ട് ഫോണിലേക്ക് നോക്കിയതും അതിലെ കാഴ്ച കണ്ട് ഞാനെന്ത് വേണം നോട്ടിൽ അവൾ മുഖം കൂട്ടി. നജീബാന്റെ മോനെ കൊഞ്ചിച്ചും ചിരിപ്പിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ ഇൻസ്റ്റയിൽ. എടി ഇതിന് നീ പകരം വീട്ടണം. അടുത്ത വർഷം ഈ നേരാകുമ്പോഴേക്കും പ്രസവിച്ചിട്ട് ആ കുഞ്ഞിന്റെ വീഡിയോ എടുത്ത് നീ റീൽസ് ഇടണം, റീൽസ്. അവൻ പറയുന്നതിനൊന്നും മൈൻഡ് കൊടുക്കാൻ നിന്നു ആദി. അതുകൊണ്ട് ആശി പിന്നെ അവളെ ചൊറിയാൻ തുടങ്ങി. എന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും മനുഷ്യന്മാര്. എന്തൊരു ആത്മാർത്ഥ പ്രണയായിരുന്നു രണ്ടാൾക്കിടയിൽ. ഇപ്പൊ കണ്ടില്ലേ, കല്യാണം കഴിച്ചതിന്റെ ഡബിൾ സ്പീഡിൽ അവർക്ക് കൊച്ചുണ്ടായത്. ഇവിടെയാണെങ്കിൽ ഒരുത്തി എന്റെ സാറേന്നും പറഞ്ഞ് നെഞ്ചത്തടി നിലവിളി. ഒരു സെക്കൻഡ് കാണാതിരിക്കാൻ പറ്റില്ല അവൾക്ക്. അയാൾ പിന്നെ എന്തോ വേണം? കല്യാണത്തിന് ശേഷം എന്നെ ഓർത്തിരിക്കണോ? ഞാനോ അങ്ങേറ്റ കെട്ടിയുടെ വയറ് നോക്കിയിരിക്കണോ? നീ രാവിലത്തിന് എന്തിനുള്ള പുറപ്പാടാ? ആദിക്ക് കലിപ്പിളകാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ആഷിക്ക് ചിരി പൊട്ടി.
അവനൊന്ന് മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും ഡയലോഗ് അടി തുടർന്നു. ഏടി ആദ്യനകം ഞാനും റിൻഷയും തമ്മിലുള്ള അനശ്വര പ്രണയം ഞങ്ങളുടെ ഇത് ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വേറെ ആരെയും ജീവിതത്തിലേക്ക് സ്വീകരിക്കില്ല. മൊയ്തീനെയും കാഞ്ചനമാലയും പോലെ, ലൈലയും മജ്നുവിനെയും പോലെ, മുംതാസിനെയും ഷാജഹാനെയും പോലെ ഓർമ്മകളിൽ അങ്ങനെ ജീവിക്കും, ഒരു പ്രത്യേക അനുഭൂതിയോടെ പറഞ്ഞു നിർത്തി അവൻ. ആ പിന്നെ ആളിതുവരെ നിന്റെ പ്രണയം അംഗീകരിച്ചിട്ട് പോലുമില്ല, എന്നിട്ടല്ലേ കാഞ്ചനയും മൊയ്തീനും ഒന്ന് പോടെടുക്കാവിടുന്ന്. ആദ്യം അവനെ പൂച്ചിച്ച് വിട്ടു. അതുകൊണ്ട് ആശി ഒരു അളിഞ്ഞ ഇളി പാസ്സാക്കി. എടി നീ പോയാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യുന്ന ആലോചിക്കുന്നു. ജനിച്ച മുതൽക്ക് ഒരുമിച്ചല്ലേ കിടത്തും. പാതിരാവരെ കഥ പറഞ്ഞ് അടിയുണ്ടാക്കി എനിക്ക് ബോറടിക്കൂടി. കിടന്ന് ഉറക്കം വരുന്ന പോലും അറിയില്ല. ഓരോന്ന് പറഞ്ഞ് എന്നെ കൂടി വിഷമിപ്പിക്കേണ്ട നീ. അതല്ലടി, ഞാൻ എൻ്റെ കിടത്തം ഉമ്മയുടെ അടുത്തേക്ക് മാറ്റാമെന്ന് ആലോചിക്കുക. കുറച്ചാൽ ഇനി ഉമ്മയെ ഉറപ്പിക്കാം. ബെസ്റ്റ്. ഉമ്മയുടെ ഉറക്കം കെടുത്താൻ കൂടി ചെല്ലി നീ. അടുക്കളയിൽ പത്തിരി വെച്ചിട്ട് ഉപയോഗിക്കുന്ന ചട്ടുകോ നിന്റെ നടുമ്പുറം നല്ല മാച്ചായിരിക്കും. ഓ പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. ഉറക്കം നഷ്ടപ്പെട്ട ഉമ്മ ഭദ്രകാളിയാവും. ഭദ്രകാളി. ഓ ആശിച്ച് ഉണ്ടി വിളിക്കി. വേറൊരു ഐഡിയ ഉണ്ട്. എൻ്റെ കല്യാണത്തിനാന്ന് തന്നെ നിൻ്റെ നടത്താം. റിൻഷയോട് ഞാൻ സംസാരിക്കാം. അവൾക്ക് നിന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല, തുറന്നു പറയാനിട്ടാ. അതാകുമ്പോൾ പിന്നെ നിനക്ക് കൂട്ടിന് ആളാവുകയും ചെയ്യും. അത് കൊള്ളാലോ. പക്ഷേ ഹിറ്റ്ലർ സമ്മതിക്കുമോ? മുട്ടയൊന്നും വിരിഞ്ഞില്ല ചെക്ക്. അതിനുമ്പേ അവന് കല്യാണം കഴിക്കഴിഞ്ഞിട്ട് എന്നിട്ട് പോളാവുന്നു ചെന്ന് റെഡിയാവാൻ നോക്ക്. ഇപ്പൊ തന്നെ സമയം വൈകി. ആളുടെ വായിൽ നിന്ന് 2 ആട്ടുകൂടി കിട്ടിയതോടെ ആഷിക്ക് തിരുപ്പതിയായി. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് കോളേജിലേക്ക് റെഡിയായി. കൊരങ്ങാ. ധൃതിയിൽ സ്റ്റെയർ കയറുന്നതിനിടയിലാണ് പുറകിൽ നിന്ന് അങ്ങനെ ഒരു വിളി കേൾക്കുന്നത്. നോക്കുമ്പോഴാണ് താഴെ ഒരുത്തി മുഖം വീർപ്പിച്ചേട്ടി നിൽക്കുന്നു. വാടി. അവൻ അവളെ അടുത്തേക്ക് വിളിച്ചു. അവൾ പെട്ടെന്ന് കയറി ചെന്ന് അവന്റെ കൈത്തണ്ടിയിൽ ആഞ്ഞൊരു കുത്തുവെച്ച് കൊടുത്തു. അവൻ നിന്ന് പല്ലളിച്ചു. എടി ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അവളുടെ വീർത്ത മോന്തണ്ണാൻ പറഞ്ഞു. എന്നൊന്ന് തിരിച്ചു വിളിച്ചുകൂടെ? കല്യാണത്തിരക്കല്ലേ മുത്തേ. വീട്ടിൽ നിറയെ ജോലിക്കാരാ. എല്ലാത്തിനെയും പുറകെ ഞാൻ തന്നെ ഓടണ്ടേ. റെയ്ഹാനും കാലിതൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ തന്നെ ചെയ്യണ്ടേ. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളും എക്സാം അടുത്ത് വരെയില്ലേ, ബിസിയോട് ബിസി. നിങ്ങൾ കല്യാണം തിരക്കും. ഒന്ന് ഫ്രീ ആയിട്ട് പോരായിരുന്നില്ലേ ഫെബിക്കാം? എനിക്കെല്ലാം കൂടെ വട്ടുപിടിക്കുക. എന്തേ ടെൻഷനാണോ? മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം കൂടി. വീട്ടിലും ആകെ ബഹള. ഇനിയൊരു ടീം വരാനുണ്ട്. അവരും കൂടെ എത്തിയാൽ പിന്നെ തികഞ്ഞു. എൻ്റെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഈ ടെൻഷനൊക്കെ മാറ്റാൻ ഇന്നാണ് തന്നപോലെ സമ്മാനം തരട്ടെ ഞാൻ ചോദിച്ചുകൊണ്ട് അവൻ അന്നുകൂടി അവളിലേക്ക് അടുത്തോ. പേടിയോടെ അവളൊരടി പുറകോട്ട് വെച്ച് ചുറ്റിലും നോക്കി. കോളേജാണ് മനുഷ്യ ഇത്. അവൾ നിന്ന് പല്ലിറിമി. കൈൻ്റെ വേദന മാറിയോടി. അവൻ്റെ മുഖമാ കുസൃതി നിറഞ്ഞു. എൻ്റെ പൊന്നോ എന്നും പറഞ്ഞ അവൾ കൈത്തണ്ടയിലേക്ക് മറുകാരം ചേർത്ത് വെച്ച് ഒന്നൊഴിഞ്ഞു. അത് കണ്ടപ്പോൾ ഫെബിക്ക് വീണ്ടും ചിരി. കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് ഒരു മൂലക്ക് നിന്ന് സംസാരിക്കുന്ന നേരത്താണ് പോകുന്നതിന് മുന്നേ അവൾക്കിട്ടൊരു പണി കൊടുക്കാന്ന് അവന് തോന്നുന്നു. ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞല്ലേ കാണും. അതുവരെ സൂക്ഷിക്കാൻ ഞാനൊരു സമ്മാനം തരാമെന്ന് പറഞ്ഞപ്പോൾ എന്തോ വലിയ ഗിഫ്റ്റാണെന്ന് കരുതി ആദ്യം ചിരിയോടെ അവനെ നോക്കി. പെട്ടെന്നായിരുന്നു ഒരു അറ്റാക്ക്. അവളെ പിടിച്ചു വെച്ച് കൈത്തണ്ടയിൽ ആഞ്ഞൊരു കടി. വേദന കൊണ്ട് ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. വാ പൊളിച്ച നിലക്ക് അങ്ങനെ നിന്നു. അവന്റെ ദന്തങ്ങൾ കയ്യിൽ നിന്ന് നടന്നു മാറിയപ്പോഴാണ് അവൾ ശ്വാസം നേരെ വിട്ടത്. എരിയും വലിച്ച് കൈ തടവിക്കൊണ്ട് കത്തുന്ന കണ്ണുകളോടെ ഒരു സെക്കൻഡ് അവനെ നോക്കി ദയിപ്പിച്ചു. അവന് ചിരി. അവളുടെ കളി കണ്ട് വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിച്ചു. അതുകൊണ്ട് അവൾക്ക് പിന്നെയും കലിയേറി. ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ അവന്റെ നെഞ്ചിലും പുറത്തൊക്കെ മാറി മാറി അടിച്ചു. അവസാനം പഞ്ഞിക്കിടാനായി തോന്നിയപ്പോഴാണ് അക്രമം അവസാനിപ്പിച്ച്. ഓർത്തപ്പോഴേ അവളുടെ കണ്ണു നിറഞ്ഞു. ഒപ്പം അവന്റെ ഓഞ്ഞ ഇളി കൂടെ കണ്ടപ്പോൾ കാലിന്റെ പെരുവിരൽ മുതൽ അരിച്ചു കയറാൻ തുടങ്ങി അവൾക്ക്. കിളുത്തിക്കോ നല്ലോണം കിളുത്തിക്കോ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്റെ ദിനങ്ങളാ. ഇപ്പൊ ചെയ്തതിനൊക്കെ പരീക്ഷ തിരിച്ചറിഞ്ഞ പറഞ്ഞുകൊണ്ട് അവൾ ചവിട്ടിത്തുള്ളി കയറിപ്പോയി. അവളുടെ രൗദ്രഭാഗം കണ്ട് കണ്ണുകൾ മേലോട്ട് ഉയർത്തി അവൻ നെഞ്ചത്ത് കൈവച്ചു. പടച്ചോനെ, ഒരു ജീവരക്ഷാ പോളിസി. ദിനങ്ങൾ അവിടെ നിന്നും കടന്നുപോയി. പരീക്ഷകളൊക്കെ തീർന്ന് ആദ്യമാശയും കോളേജിന്റെ പടിയിറങ്ങി. എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് കല്യാണം മൈലാഞ്ചി രാവിലെ വന്നെത്തി. തറവാട്ടിൽ ഉത്സവം കൊടിയേറിയ പ്രതീതി. മഗ്‌രിബ് കഴിഞ്ഞാൽ ആദ്യം മെഹന്തിരിക്കാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും. ഫെബിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. കേസ് ഒത്തീർപ്പായതോടെ അവന് കിട്ടിയ ആശ്വാസം കുറച്ചൊന്നുമല്ല. അവിടെയും കല്യാണം പൊടിവാറ്റാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. റെയ്യാൻ ഓടി നടന്നെല്ലാം ചെയ്യുന്നുണ്ട്. കാലിദിന്റെ അവസ്ഥ എപ്പോഴത്തെയും പോലെ തന്നെ. ചെവിൽ ഫോണും കയ്യിൽ ലാപ്ടോപ്പും. മുട്ടിന് മീതായിരുന്ന ഒരു നിക്കറും സ്ലീവ്ലെസ് ടീഷർട്ടും. ആളുകൾ വരുന്നോ പോകുന്നോ ചുറ്റിലും നടക്കുന്നതൊന്നും അവനൊരു പ്രശ്നമേ അല്ല. ജോലി മുഖ്യം ബിയിലേ. ഇവിടെ കാണാൻ കിട്ടിയെങ്കിലും ചെയ്തില്ല എന്നോർത്ത് ആശ്വസിച്ചു ഫെബി. അതുണ്ടാവില്ലെന്ന് കരുതിയതാണ്. നജീബ് കുഞ്ഞിനെയും കയ്യിലെടുത്ത് പിള്ളേരെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നു. ഒരു ലോഡ് പുട്ടിയാത്ര തന്നെ ലിപ്സ്റ്റിക്കും വാരിത്തേച്ച് ആളുകൾക്കിടയിലൂടെ ജാടയടിച്ച് നടക്കുന്നുണ്ടെങ്കിലും സോനയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. നാളെ കൂടി കഴിഞ്ഞാൽ ഫെബി പൂർണ്ണമായും മറ്റൊരുത്തിക്ക് സ്വന്തമാകാൻ പോകുന്നു. എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ച് ഈ കല്യാണം മുടങ്ങിയിട്ട് ആദിയുടെ സ്ഥാനത്തേക്ക് മണവാട്ടിയായി വരാൻ കഴിയണേ എന്നവൾ അതിയായിട്ട് ആഗ്രഹിച്ചു. മൂത്താപ്പയുടെ ചീത്തവിളി ആർക്കാണെന്നറിയാൻ വേഗത്തിൽ അങ്ങോട്ട് ചെന്നതായിരുന്നു ഷിഹാബ്.
നോക്കുമ്പോൾ ആഷിഖാണ് തലയും താഴ്ത്തി പിടിച്ചങ്ങനെ നിൽക്കുന്നു. അത് കണ്ടപ്പോൾ എന്തോ വിഷമം തോന്നി അവന്. വേഗം അവിടേക്ക് ചെന്ന് കാര്യം അന്വേഷിച്ചു. അവൻ ചെയ്യുന്നൊന്നും ശരിയാവുന്നില്ല, ഏൽപ്പിക്കുന്നതൊക്കെ പാതി വഴിയിലായി പോകുന്നു എന്നൊക്കെ പരാതി പറഞ്ഞു അയാൾ ഷിഹാബിനോട്. ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവൻ അപ്പോൾ തന്നെ മൂത്താപ്പയെ മറ്റു കാര്യങ്ങൾക്കായി പറഞ്ഞു വിട്ടു. ആഷിയുടെ മനസ്സ് ഇവിടെയൊന്നുള്ളത് ഷിഹാബിന് അറിയായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടും ശരിയാവാത്തത്. മറ്റന്നാൾ അവന്റെ ജീവന്റെ പകുതിയെ ഈ വീട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പറിച്ചു നടുകയാണ്. ആ വേദന അവന്റെ മുഖത്ത് തളം കെട്ടി കിടക്കുന്നുണ്ട്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.